ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളം വാങ്ങാൻ പോയ ആ ഒരു അർജുനെ കാത്തിട്ട് കാഞ്ചന അവിടെ നിൽക്കുക കേട്ടോ. ഒരേ കണക്ക് ആ റൂമിനകത്ത് തന്നെ ഇരിക്കണം, വന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വരികയാണ്. രാത്രി ആയല്ലോ, നീ ഇതുവരെയും പോയില്ലേ? വളം വാങ്ങാൻ പോയ ആളെ ഇതുവരെ കണ്ടില്ലല്ലോ, വളം വാങ്ങാൻ തന്നെയാണോ പോയത്? അല്ല, തേങ്ങ വിൽക്കാൻ പോയതാ എന്നിങ്ങനെ ദേഷ്യം വരിക കേട്ടോ പ്രതാപന്. ഞാൻ പറഞ്ഞില്ലേ അവൻ രാത്രിയാകുമെന്ന്. ആയിക്കോട്ടെ, അവൻ എപ്പോൾ വരുന്നു അപ്പോഴും ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അയ്യോ കാഞ്ചനെ, ഞാനേ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അവൻ ഇവിടെ ഇല്ല. അവൻ ശരിക്കും പറഞ്ഞ വളം വാങ്ങാൻ പോയിട്ട് അതുവഴി നേരെ തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർക്കോ? അതെന്തിനാ? അവിടെ അവനൊരു ട്രെയിനിങ് ഉണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ട്രെയിനിങ് ആണ്, നമ്മുടെ കർഷകരുമായി ബന്ധപ്പെട്ടൊരു ട്രെയിനിങ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഇതൊക്കെ സത്യം തന്നെയാണോ? ആണ്, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എനിക്കിനി നീ വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അങ്ങനെ പോവാണ് കേട്ടോ പ്രതാപ. അപ്പോൾ ഇവിടെ നമ്മുടെ കാഞ്ചനയ്ക്ക് സംശയമാണ്, ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുക, എന്തായാലും അവൻ ഇവിടെ ഇല്ല, ഞാനിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കാഞ്ചന അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ. ഇവിടെ മത്സരത്തെ സമയത്ത് മീനുവിനും അതുപോലെ തന്നെ അർജുനുമാണ് ഭാര്യമാരെ എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടുന്നത്. അതുപോലെ രണ്ടാം സമ്മാനം കിട്ടുന്നത് നമ്മുടെ അഖിലയ്ക്കും ഗൗതമിനുമാണ്. അപ്പോൾ ആങ്കർ പറയുന്നുണ്ട്, ഇതുവരെയുള്ള പോയിന്റ് നില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും തന്നെയാണ് തുല്യ നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആരാ സെക്കൻഡ് ആരാ എന്നുള്ളത് ഇപ്പോൾ അറിയാൻ പറ്റില്ല. ഇനി അടുത്ത് വരുന്ന മത്സരം വളരെ നിർണായകമായിരിക്കും, അതിലായിരിക്കും അറിയാൻ പറ്റുക. അപ്പോൾ ഇതുവരെയുള്ള മത്സരത്തിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ദമ്പതിമാരുടെയും മാനസിക ആ ഒരു അടുപ്പം ഒരുപാട് കൂടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫസ്റ്റ് നിൽക്കുന്ന ആ 2 കണ്ടസ്റ്റൻറ്റിൻ്റെയും ഗ്രൂപ്പിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം, അവരുടെ അനുഭവം എന്താണെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയും ആണ് കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ ആങ്കർ പറയുന്നുണ്ട്, സാർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണമെന്ന്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടാണ് മൈക്കെടുത്ത് അർജുൻ സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, ഇവിടെ വരാനും ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, അതിലുപരി ഭാഗ്യം തന്നെയാണ് കേട്ടോ. പരസ്പരം നമുക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു, സ്നേഹിക്കാനും ഒക്കെ പരസ്പരം വിട്ടുകൊടുക്കാനും ഒക്കെ നമ്മളത് പഠിച്ചു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഗുണം എന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ അടുത്ത് മീനുവിന് കൊടുക്കും കേട്ടോ ഫോണ്. അപ്പോൾ മീനു ആണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് പറയാം, അതുപോലെ തന്നെ പറയുന്നുണ്ട്, അർജുൻ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അർജുൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പേടിയില്ല. അതുമാത്രമല്ല, എൻ്റെ സന്തോഷമാണ് അവന് വലുത്. അതിന് വേണ്ടിയിട്ട് അർജുൻ എന്തും ചെയ്യും. ഇപ്പോൾ ഇവിടെ വന്ന് ഈ മത്സരത്തിൻ്റെ പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ഞാൻ വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ നിന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് നിന്നതും എല്ലാം. പിന്നെ ഈ ഒരു ഇവിടെ വന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അർജുൻ്റെ യഥാർത്ഥ കൂടുതൽ ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു എന്ന് പറയാം. എന്നിട്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത 2 പേരെ വിളിക്കുകയാണ്, അഖിലേനെയും ഗൗതത്തിനെയും. അപ്പോൾ അവർ രണ്ടുപേരും ആംഗ്രി ബേർഡ്സ് ആയിട്ടാണല്ലോ അവിടെ അറിയപ്പെടുന്നത്. എന്തായാലും നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അപ്പോൾ ആദ്യം തന്നെ അഖില പറയുന്നുണ്ട്, എനിക്ക് എന്താ പറയാനായിട്ട് എന്നിങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹമില്ലായ്മയുടെ ആ ഒരു വഴക്കാളിയായിരുന്നു നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ ആ ഒരു അകലം കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പരസ്പരം വഴക്കടിക്കുമ്പോഴും ഗൗതത്തിൻ്റെ ഉള്ളിൽ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ ഈ മത്സരത്തോടു കൂടി മനസ്സിലാക്കി. എന്തായാലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നും പരസ്പരം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ജീവിതത്തെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി എന്നേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത് ഗൗതം പറയുമ്പോൾ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ഇവളെന്താ പറഞ്ഞാൽ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെ അർജുനും മീനും നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത്രയൊക്കെ വഴക്കടിച്ചാലും അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കും മനസ്സിലായി. എന്നെ മാറി നിൽക്കാൻ അവൾക്ക് കഴിയുന്നുമില്ല. അതൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്നെപ്പോലെ ഒരുത്തന്നെ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തതിൽ അഖില, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ പാചക മത്സരത്തിൽ അഖിലയെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. പക്ഷേ തെറ്റായിപ്പോയി. അഖിലയ്ക്ക് പകരം വേറെ ഏതൊരു പെൺകുട്ടികളായിരുന്നാലും പിന്നീട് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വരില്ലായിരുന്നു. പിന്നെ സഹകരിച്ച് പോവുകയില്ല, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അഖില എന്നോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അവളോട് നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു സ്നേഹം പുറമേ അവർക്ക് സ്നേഹിക്കാൻ പറ്റിയ ജീവിതത്തിൽ ഇങ്ങനെയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു മത്സരം കൂടെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആങ്കർ പറയുന്നുണ്ട്, എന്തായാലും ഇത് നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. കാരണം ആംഗ്രി ബേർഡ്സ് ആയിട്ട് നിന്ന ഇവരെ നമുക്കൊരു ലവ് ബേർഡ്സ് ആക്കാൻ പറ്റിയല്ലോ, അതൊരു വലിയ കാര്യമല്ലേ എന്ന് പറയാനുണ്ട്. എന്നിട്ട് നേരെ അടുത്ത മത്സരത്തിലേക്കുള്ള ഇത് പറയുകയാണ്. നാളെയാണ് അടുത്ത മത്സരം. സൈക്ലിംഗ് റേസിംഗ് ആണ്. അതായത് ഭാര്യമാരെ സൈക്കിളിൻ്റെ മുന്നിലിരുത്തി 5 കിലോമീറ്ററോളം ദൂരം ഓടിക്കണം. അതിൽ ഫസ്റ്റ് റൈസായിട്ട് വരുന്നവരാണ് ടൈറ്റിൽ വിന്നർ ആവുക. ഇതാണ്
മത്സരം. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ പ്രതാപനാണെങ്കിൽ വീണ്ടും വീണ്ടും സംശയമാണ് കേട്ടോ. ഈ കാഞ്ചന എന്താ ഇങ്ങനെ പോവാത്തതെന്നും പറഞ്ഞിട്ട് വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുന്നത്, നിനക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇതുവരെയായിട്ട് അവനെ കണ്ടില്ല, ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് അതിനാന്ന് പറയാട്ടോ. നീ ഇനി എത്രയൊക്കെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല, അവൻ എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, കൊള്ളാം, കള്ളം പറയാൻ വേണ്ടിയിട്ടുള്ള മിടുക്ക് പ്രതാപേട്ടനെ സമ്മതിച്ച് തന്നിരിക്കുന്നു. കാഞ്ചന എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്, ഇതിലൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞിട്ട് കാഞ്ചന പോകട്ടോ. അപ്പം എന്തായാലും കാഞ്ചന മനസ്സിൽ വിചാരിക്കണുണ്ട്, ഒരു കാര്യം ചെയ്യാം, എൻ്റെ രണ്ടാമത്തെ നമ്പർ അവിടെ മാലു ആൻറ്റിക്ക് അറിയില്ല, അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കാം മീനു അവിടെ ഉണ്ടോയെന്ന്. ഇനി ഇവരെല്ലാവരും കൂടി എവിടെയെങ്കിലും പോയതാണോ, ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ സംശയത്തിൽ. അങ്ങനെ സെക്കൻഡ് നമ്പറിൽ നിന്നും കൊണ്ട് മാലുവിനെ വിളിക്കുക കേട്ടോ ഈ കാഞ്ചന. മാലു ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ചോദിക്കണം, ആൻറ്റി ഞാൻ വിനീതയാണ്, മീനുവിൻ്റെ ഫ്രണ്ടാണ്, മീനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എവിടെ പോയതാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരങ്ങ് സത്യം പറയട്ടെ, ഇവിടെ ഇല്ല, അവരുടെ ഇങ്ങനെ ടൂർ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയിരിക്കുകയെന്ന് പറയുന്നത്. ആണോ, അപ്പോൾ അഖിലയോ, എല്ലാം രണ്ടുപേരും പോയി എന്ന് പറയുന്നു. ഓ, അപ്പോൾ തന്നെ കാഞ്ചനയ്ക്ക് എല്ലാം പിടിയിട്ടിട്ടോ. അപ്പോൾ രാജേന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് ആരാന്ന്. അത് മീനുവിൻ്റെ ഒരു സുഹൃത്താണ്, എനിക്കറിയാം, ആ കുട്ടിയെ അത് വിളിച്ചിട്ട് ചോദിച്ചതാണ് മീനുവിനെ കുറിച്ച്. ശരി, അല്ലെങ്കിൽ തന്നെ മൂന്നാറിലല്ലേ പോയിരിക്കുന്നത്, പിന്നെ ഇങ്ങനെ റേഞ്ചൊന്നും കിട്ടിക്കാണില്ല, അതായിരിക്കും കാര്യം എന്ന് രാജേന്ദ്രനും പറയാട്ടോ. അങ്ങനെ ഇവിടെ കാഞ്ചന ആകെപ്പാടെ എരിപിരി കൊണ്ട് ഇരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, വീട്ടിൽ ചെന്ന് അമ്മയോട് പറയണം, എന്തായാലും അതിനുള്ള വഴി കാണാമെന്നും പറഞ്ഞിങ്ങനെ കാഞ്ചന അങ്ങ് പോവാട്ടോ. ഇവിടെ മീനുവും അർജുനും കൂടെ രാത്രി പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം മീനു പറയാനുണ്ട്, ഈ ബെസ്റ്റ് നമ്മുടെ അഖിലയ്ക്കും ഗൗതമിന് നല്ല ഒരു സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ, ഒരു ബെസ്റ്റ് കപ്പിൾ അവാർഡ് അവർക്ക് തന്നെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ജീവിതം മെച്ചമാവും. കാരണം അവരുടെ മനസ്സിലൊരു സന്തോഷം, നമ്മൾ നല്ലപോലെ ആയല്ലോ, നമ്മൾ ബെസ്റ്റ് കപ്പിൾ ആണല്ലോ എന്നുള്ള പരസ്പരമുള്ള അടിയും വഴക്കൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞും അവർ ഒന്നും കൂടെ ഒന്ന് അടുക്കാൻ അവർക്കത് ഉപകരിക്കുമായിരുന്നു അർജുന. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മത്സരത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്താൽ അവർ ഒന്നാം സമ്മാനം വാങ്ങും എന്ന് പറയുമ്പോൾ അർജുൻ ചോദിക്കണം, നീ ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ പറയുന്നത്, നിനക്ക് ടൈറ്റിൽ വിന്നർ ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ, നീയല്ലേ പറഞ്ഞത്. ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ അനിയത്തിക്കും ഗൗതമും സന്തോഷത്തോടെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ അനിയത്തി അനിയനല്ലേ, അതുപോലെ അർജുൻ്റെ അനിയനല്ലേ, നമ്മളായിട്ടല്ലേ അവരെ വിവാഹം കഴിച്ച് കൊടുത്തത്. ഇനി അതിന് ഒരു പേര് ദോഷവും നമുക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാൻ വേണ്ട. അതാകുമ്പം ഇങ്ങനെയൊക്കെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പം നാട്ടിലായാലും എവിടെയായാലും ബെസ്റ്റ് കപ്പിൾ എന്നുള്ള ആ ഒരു സമ്മാനം കൂടെ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ, പേരും കിട്ടുമ്പോൾ മനസ്സിൽ നിന്ന് കുറേ വിദ്വേഷങ്ങളൊക്കെ മാറും, അവരുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷമാവും. നമുക്കൊരു കാര്യം ചെയ്യാം, നാളത്തെ മത്സരത്തിൽ നമുക്ക് ഒന്നി പിന്മാറാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളം പറയാൻ സൈക്കിൾ പഞ്ചറായെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പിന്മാറാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമുക്കിതിന്ന് തോറ്റു കൊടുക്കാം, അവർ തന്നെ ജയിക്കട്ടെ. എന്തായാലും നമ്മൾ തമ്മിൽ തുല്യ സ്ഥാനത്താണല്ലോ, നമ്മൾ മാറിയാൽ അവർ തന്നെയാവും ഫസ്റ്റ്. എന്തായാലും മീനു, നിൻ്റെ നല്ല മനസ്സ് എന്ന് പറയണം. അങ്ങനെ അവർ ആ മത്സരത്തിൽ ഗൗതമിനും അഖിലയ്ക്കും കൂടെ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഇവിടെ വീട്ടിൽ മാലു പറഞ്ഞ് സ്കൂളിൽ പോയി എക്സ്കർഷനാണെന്നും അറിഞ്ഞ നിമിഷം തന്നെ കാഞ്ചന നേരെ സ്കൂളിൽ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ച് വന്നു കേട്ടോ. പ്രഭാവതിയോട് കാര്യങ്ങളെല്ലാം പറയണം, അമ്മേ ഇന്നതാണ് കാര്യം, സ്കൂളിൽ പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് എക്സ്കർഷനൊന്നും പോയിട്ടില്ല, ഇവർ വേറെ എവിടെ പോയതാ. അപ്പോൾ ഉറപ്പാണ്, എടി അതിന് ഗൗതം എറണാകുളത്തല്ലേ പോയത്, അവൻ കള്ളം പറഞ്ഞതാണെങ്കിലും അമ്മേ ഇവർ 4 പേരും കൂടെ എവിടെ കറങ്ങാൻ പോയത് ആരോടും പറയാതെ, നമ്മളെ എല്ലാവരും കൂടെ വിഡ്ഢിയാക്കുന്നത് അമ്മ, ഇവിടെ എല്ലാവർക്കും അവരുടെ വീട്ടുകാർക്കും നമ്മുടെ ഇവിടുത്തെ മുത്തശ്ശനും അച്ഛനും ഒക്കെ അറിയായിരിക്കും, നമ്മളെ മാത്രം വിഡ്ഢികളാക്കുന്നതാണ് ഇവർ എന്ന് പറഞ്ഞ് കാഞ്ചന എരികേറ്റി കൊടുക്കുന്നുണ്ട് പ്രഭാവതി ഇരുന്നിടത്ത് നിന്ന് ചാടി എണ്ണീറ്റ് അടുത്ത പരിപാടി എന്ത് വേണം എന്നും പറഞ്ഞ് രാജേന്ദ്രൻ്റെ വീട്ടിൽ പോയി ഉടക്കാം എന്നുള്ള രീതിയിലായിരിക്കും ചാടി എണീറ്റത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.